പ്ലസ് വൺ ഇംഗ്ലീഷ് പുതിയ ടെക്സ്റ്റിലെ ഫസ്റ്റ് ഒരു പ്രെല്യൂഡായിട്ട് വരുന്ന ചാപ്റ്ററാണ് വാട്ട് ഐ ഹാവ് ലിവ്ഡ് ഫോർ. ഇത് എഴുതിയിട്ടുള്ളത് ബെർട്രൻഡ് റസ്സലാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫിയുടെ പ്രൊലോഗായിട്ട് എഴുതിയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഞാൻ എന്തിനു വേണ്ടി ജീവിച്ചു, വാട്ട് ഐ ഹാവ് ലിവ്ഡ് ഫോർ മീൻസ് ഞാൻ എന്തിനു വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അദ്ദേഹത്തിന് ജീവിക്കാൻ എന്താണ് പ്രചോദനമായെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എന്താണ് മീനിങ് ഫുള്ളാക്കിയത്, അർത്ഥമുള്ളതാക്കിയത് എന്താണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പം ബെർട്രൻഡ് റസ്സൽ ആരാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റസ്സലിനെ കുറിച്ച് നമ്മൾ മെയിൻ പോയിൻറ്റ്സുകൾ മാത്രം പറയാം. ഒന്ന്, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഫിലോസഫറാണ്. പിന്നെ സോഷ്യൽ റിഫോമറാണ്. സോഷ്യൽ റിഫോമർ മീൻസ് മറ്റുള്ളവരുടെ ചിന്തകളെ മാറ്റാൻ സാധിക്കുന്ന ആൾ, അല്ലേ, സാമൂഹ്യ പരിഷ്കർത്താവ് എന്നൊക്കെ നമുക്ക് മീനിങ് പറയാം. പിന്നെ മെയിനായിട്ട് ഓർക്കേണ്ടത് അദ്ദേഹത്തിന് 1950 അദ്ദേഹത്തിന് ലിറ്ററേച്ചറിന്, സാഹിത്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏജിലെ ഒരു ഒരു ഓർമ്മക്കുറിപ്പായിട്ട്, അതും കമ്പല്ലിങ്ങും വിവിഡുമായിട്ടുള്ള വളരെ ആകർഷകവും ക്ലിയറുമായിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പായിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയെ അങ്ങനെ ഹിസ്റ്ററിയിൽ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് പറയുന്നത് 3 പാഷൻസ്. അദ്ദേഹത്തിൻ്റെ ലൈഫിലെ 3 പാഷൻസാണ് അദ്ദേഹത്തെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പാഷൻ ലോങ്ങിങ് ഫോർ ലവ്, അദ്ദേഹത്തിന് സ്നേഹത്തോടുള്ള ഭയങ്കര അതിയായ ആഗ്രഹം. രണ്ടാമത്തെ സെർച്ച് ഫോർ നോളജ്, അറിവുകളെ അന്വേഷിക്കുന്നത്. തേർഡ് വണ്ണാണ് പിറ്റി ഫോർ ദ സഫറിങ് ഓഫ് മാൻകൈൻഡ്, അതായത് ലോകത്ത് പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളോടുള്ള അനുകമ്പ, കമ്പാഷൻ. ഈ 3 പാഷൻസാണ് അദ്ദേഹത്തെ ജീവിക്കാൻ പ്രചോദിപ്പിച്ചതെന്നാണ്. ഈ പാഷൻസ് വെറും ഒരു പാഷൻസ് അല്ല, ഇത് അദ്ദേഹത്തെ എന്ത് ചെയ്തു, പല നിലക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഉലച്ചിട്ടുണ്ട്. ലൈക്ക് ഗ്രേറ്റ് വിൻഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട്, വലിയ കൊടുങ്കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ഉലയ്ക്കുന്നത് പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ ഉലച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആംഗിഷ്, അതിനെക്കുറിച്ച് ഭയങ്കര ഉത്കണ്ഠ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ആ ഒരു പാഷൻസ് അദ്ദേഹത്തിനെ വേർജ് ഓഫ് ഡെസ്പയർ, അതായത് നിരാശയുടെ വക്കിൽ വരെ എത്തിച്ചിട്ടുണ്ട്. അത്രയും അദ്ദേഹത്തെ ആ പാഷൻസ് അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സിമ്പിൾ ബട്ട് സ്ട്രോങ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാഷൻസൊക്കെ സിമ്പിളാണ്, ബട്ട് അതെന്തായിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഇദ്ദേഹം സെക്കൻഡ് സ്റ്റാൻസിൽ എന്താ പറയുന്നത് വെച്ചാൽ അദ്ദേഹം സ്നേഹം അന്വേഷിക്കാനുള്ള കാരണങ്ങളാണ്. ഈ ഒരു പാരഗ്രാഫ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ പറഞ്ഞു. അദ്ദേഹം 2 വേൾഡ് വാറുകളും, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാറുകൾക്ക് സാക്ഷിയായ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ അദ്ദേഹത്തിന് 4 വയസ്സായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പാരൻസ് മരിച്ചു. അതേപോലെ സിബ്ലിങ്സ് മരിച്ചു. അദ്ദേഹം ഒറ്റപ്പെട്ട ലൈഫായിരുന്നു. ആകെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒരു ഗ്രാൻഡ്മ ആയിരുന്നു. ആ ഗ്രാൻഡ്മയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റും. അപ്പോൾ അദ്ദേഹത്തിന് ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഗതി അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ തീരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇദ്ദേഹം പറയുന്ന ഇതാണ്, ഞാൻ ഫസ്റ്റായിട്ട് ലവ് അന്വേഷിച്ചപ്പം എനിക്ക് കിട്ടിയത് എക്സ്റ്റസിയാണ്. എക്സ്റ്റസി മീൻസ് നമുക്കൊരു പരമാനന്ദം എന്നൊക്കെ പറയാം, ഭയങ്കരമായ സന്തോഷം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈഫിലെ മറ്റു പല കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, ത്യജിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയാണ്. പിന്നെ രണ്ടാമത് നെക്സ്റ്റ് ടൈമിൽ അദ്ദേഹം ലവ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന് ലോൺലിനെസ്, അദ്ദേഹത്തിൻ്റെ ഏകാന്തതയ്ക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ്. കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് സിബ്ലിങ്സ് ഇല്ല, പാരൻസ് ഇല്ല, ആരുമില്ല, ആകെ ഒറ്റപ്പെട്ട ഒരു ലൈഫായിരുന്നു. അപ്പോൾ ഒരു ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത ഒരു ടെറിബിൾ ലോൺലിനെസ്, അതായത് ഒരു ഭയാനകമായ ഏകാന്തതയാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ളതെന്നാണ്. അപ്പോൾ ആ ഒരു ടെറിബിൾ ലോൺലിനെസ്സിനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അടുത്ത സെൻറ്റൻസ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഷിവറിങ് മൈൻഡോടുകൂടി, ഒരു വിറക്കുന്ന മനസ്സോടുകൂടി അദ്ദേഹം ലോകത്തിൻ്റെ ഒരു അതിർത്തിയിൽ നിന്ന് എന്ത് ചെയ്തു, തണുത്തുറച്ച എന്താ പറയുക, അറ്റം കാണാത്ത, ജീവനില്ലാത്ത ഒരു ഗർത്തത്തിലേക്ക് അദ്ദേഹം നോക്കി നിന്നു. അതായത് അദ്ദേഹം അനുഭവിച്ച യുദ്ധക്കെടുതികളും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നതിലൂടെ. ഇനി ഫൈനലി അവസാനമായി അദ്ദേഹം സ്നേഹത്തെ അന്വേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രണയവുമായി യൂണിയൻ ഉണ്ടായപ്പോൾ
അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ 4th വൈഫ്, അതായത് അദ്ദേഹത്തിൻ്റെ 4ാമത് അദ്ദേഹം കഴിച്ച വൈഫിൽ നിന്നാണ് യഥാർത്ഥ സ്നേഹം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞതെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ ഒരു യൂണിയൻ ഓഫ് ലവോടുകൂടി അദ്ദേഹം ഒരു എന്താ പറയുക, പ്രീഫിഗറിങ് വിഷൻ ഓഫ് ദ ഹെവൻ, അതായത് സ്വർഗത്തെക്കുറിച്ച് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. നമ്മൾ സെയിൻറ്റുകളും, അതായത് ഇപ്പോൾ മതപുരോഹിതന്മാർ, സന്യാസിമാർ, അവരൊക്കെ പറയുന്നതും പോയറ്റ്സുകളൊക്കെ ഇമാജിൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്വർഗത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ സ്വർഗത്തെ നമ്മൾ നേരിട്ട് കാണുന്നതിന് മുമ്പുള്ള ഒരു വിഷൻ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളതോ, അതാണ് പ്രീഫിഗറിങ് വിഷൻ. ആ വിഷൻ ഇദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഇതാണ് അദ്ദേഹം അന്വേഷിച്ചത്, അത് അദ്ദേഹം ആഗ്രഹിച്ചൊരു സാധനം അദ്ദേഹത്തിന് കിട്ടി എന്നാണ് അതിലെന്ത് ചെയ്യുന്നത് പറയുന്നത്. നെക്സ്റ്റ് പാര അദ്ദേഹം പറയുന്നത് ഈക്വൽ പാഷനോടെ, ലവ് അന്വേഷിച്ച അതേ പാഷനോടെ അദ്ദേഹം നോളജും അന്വേഷിച്ചു എന്നാണ്. അദ്ദേഹം സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിച്ചു, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ചു, പൈതഗോറിയൻ സിദ്ധാന്തം പഠിക്കാൻ ആഗ്രഹിച്ചു. അതിലൊക്കെ കുറേ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നേടിയെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത പാരഗ്രാഫിലുള്ള കാര്യമാണ് ഇതിൽ ഈ മെയിനായിട്ടുള്ള ഒരു കോണ്ടൻ്റായിട്ട് വരുന്നത്. അദ്ദേഹത്തെ ലവും നോളജും അദ്ദേഹത്തെ ഒരു ഹെവനിലേക്ക് എത്തിച്ചു എന്നാണ്. അദ്ദേഹത്തിന് സ്വർഗീയമായ സന്തോഷങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ 3rd പാഷൻ ഉണ്ടല്ലോ, പിറ്റി ഫോർ മാൻ കൈൻഡ്, അതായത് ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകളോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്പാഷൻ, അദ്ദേഹത്തിൻ്റെ അനുകമ്പ, അത് അദ്ദേഹത്തെ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു എന്നാണ്. കാരണം അദ്ദേഹത്തിന് ഹെവനിൽ നിൽക്കാൻ കഴിയുന്നില്ല, ഇമാജിനറി ഹെവനിൽ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തെ ഭൂമിയിലേക്ക് എത്തിച്ചു. എന്നിട്ട് ഇവിടുത്തെ ആളുകളുടെ യാതനകളും വേദനകളെയും അദ്ദേഹം ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഒരു മീനിങ് ഫുൾ ആയത് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നു. ഇനി അദ്ദേഹം അനുഭവിച്ച ഈ സഫറിങ് ഓഫ് മാൻ കൈൻഡ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഭൂമിയിലെ എക്കോസ് ഓഫ് ക്രൈസ്, കുട്ടികളുടെ കരച്ചിലുകളുടെ പ്രതിഫലനങ്ങൾ, അതായത് യുദ്ധക്കെടുതിയിൽ അനുഭവിച്ച ഒരുപാട് ചിൽഡ്രൻ, അതുപോലെ യാതനകളും വേദനകളും അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൽ കഴിയുന്ന ചിൽഡ്രൻ, ആളുകളാൽ ടോർച്ചർ ചെയ്യപ്പെടുന്ന വിക്ടിംസ്, ഇരകൾ, അതേപോലെ ചെറുപ്പക്കാർക്ക് ബേർഡനായിട്ട് മാറിയ നിസ്സഹായരായ വൃദ്ധരായ ആൾക്കാർ, അതേപോലെ ദ ഹോൾ വേൾഡ് ഓഫ് ലോൺലിനെസ്, ലോകത്ത് എല്ലായിടത്തുമുള്ള ഒറ്റപ്പെടലുകൾ, ഈ ഘടകങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ വീണ്ടും ഭൂമിയിലേക്ക് എത്തിച്ചതെന്നാണ്. അപ്പം അദ്ദേഹം പറയാണ്, ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തീവ്രമായ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ദുരിതങ്ങളും ഈ യാതനകളൊക്കെ എന്ത് ചെയ്യുക, പരിപൂർണമായും ഭൂമിയിൽ നിന്ന് തുടച്ചില്ലാതാക്കുക. പക്ഷേ അദ്ദേഹം പറയാണ്, എനിക്കതിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പരിപൂർണമായും ഇവിടുത്തെ പോവർട്ടിയും ഫാമൈനൊക്കെ പരിപൂർണമായി ഇല്ലാതാക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഞാനും ഇതൊക്കെ സഹിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യാണ്. അതായത് ഇതായിരുന്നു എൻ്റെ ലൈഫ്, ഇത് ഞാൻ ഒരു വർത്ത് ലിവിങ് ആയിട്ട്, അതായത് ഇതൊരു മൂല്യമുള്ളതായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ലൈഫായിട്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിനെ കണ്ടു. എനിക്ക് ഇനിയും ഒരു ലൈഫ് തന്നാൽ ഞാൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കും. ഇതിൽ മറ്റുള്ളവർക്കുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മളും മറ്റൊരാൾക്ക് വേണ്ടി, അതായത് സഫറിങ് ഓഫ് മാൻ കൈൻഡിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫും മീനിങ് ഫുൾ ആവുക എന്നതാണ്.